ഹലോ ഗായ്സ്, നമ്മൾ കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ എടുക്കുകയാണ്. സോ സത്യം പറഞ്ഞാൽ എല്ലാ തവണയും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിന് ഒരു ലോങ് വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കും. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ഇനി തൊട്ട് നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞത് നടക്കാറില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളും എൻ്റെ ഒരു ഡേയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ വേറൊരാളോട് പരിചയപ്പെടുത്താറുണ്ട്, നമ്മുടെ പുതിയ മെമ്പറാട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. ഹായ്. നമ്മളപ്പോൾ ഇപ്പോൾ ബ്രൗണീൻ്റെ പരിപാടിക്ക് വേണ്ടി നിൽക്കുമായിരുന്നു. സോ ആദ്യം 2 ബാച്ചായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ചോക്ലേറ്റ് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് നമുക്കിവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇന്ന് ആക്ച്വലി കുറച്ച് വെറൈറ്റി ഓഫ് തിങ്സ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നത്തെ ഒരു ഡേ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് നമ്മൾ ഇന്നൊരു പരീക്ഷണാടിസ്ഥാനത്തിലൊരു മാക്രോൺസിൻ്റെ അത് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു ക്യാരക്ടർ മാക്രോൺസ് പോലത്തെ ഒരു മങ്കിയുടെ ഷേപ്പിലുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മാക്രോൺസ് ബേക്ക് ചെയ്യുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അടിപൊളിയായിട്ട് ഷെല്ല് വരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ക്യാരക്ടർ മാക്രോൺസ് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഡിഫിക്കൽട്ടി ഉണ്ട്. സോ ഐ ഹോപ്പ് എല്ലാം കറക്റ്റായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഫിംഗേഴ്സ് ക്രോസ്ഡ്. എന്തായാലും സക്സസ് ആവുകയാണെങ്കിലും ഫ്ലോപ്പ് ആവുകയാണെങ്കിലും എന്തായാലും നിങ്ങളെ കാണിക്കാം. സോ കമോൺ, നമ്മുടെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ബൾക്ക് ബ്രൗണി ഓർഡർ ഉണ്ട്. സോ ആദ്യം നമ്മൾ ഈ ഒരു ബാച്ച് ചെയ്തിട്ട് പിന്നെ ആയിരിക്കും നമ്മൾ അടുത്ത ബാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ ഓൾറെഡി ബ്രൗണീൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മഞ്ജുമ കുട്ടിക്ക് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പോയിരിക്കുക. സോ കുട്ടി തിരിച്ച് വന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള പരിപാടികളുടെ പ്രപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ തൽക്കാലം ഞാനിപ്പോൾ ഈ ബിസ്കഫ് ബ്രൗണി ഇതിലോട്ട് റെഡി ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. കറണ്ട് വീണ്ടും പോയി ഗൈസ്. നമ്മൾ രാവിലെ കുറേ വിരോധമൊക്കെ അടിച്ച് ഡേ തുടങ്ങിയതാണ്. പക്ഷേ ഇവിടെ മഴയായിട്ട് എന്തോ ഒരു ലൈനിൻ്റെ എന്തോ പണിയായിട്ട് ഇലക്ട്രിസിറ്റി പോയി. നമ്മൾ അത്യാവശ്യമുള്ള ടൈമിലൊക്കെ എപ്പോഴും കിട്ടുന്നൊരു പണിയാണ്. ബട്ട് ദെൻ എന്ത് ചെയ്യാൻ പറ്റും, വി ആർ ജസ്റ്റ് വെയിറ്റിംഗ്. അത് കറണ്ട് കണക്ഷൻ തിരിച്ച്, അതായത് ഇലക്ട്രിസിറ്റി വന്ന ഉടനെ തന്നെ നമ്മുടെ ബാക്കി പണി റെസ്യൂം ചെയ്യും. ഭാഗ്യത്തിന് നമുക്കിന്ന് കൊടുക്കാനുള്ള ഒരു ബൾക്ക് ബ്രൗണി ഓർഡർ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്ത് വെച്ചു. ആൻഡ് നമ്മുടെ കയ്യിൽ മാക്രോൺസ് എക്സ്ട്രാ ഷെല്ലും ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ തിങ്സ് ആർ ഗോയിങ് ടു ബി എ ബിറ്റ് ഈസി. സോ ലെറ്റ്സ് വെയിറ്റ്. കറണ്ട് വന്ന പാടെ ഞാൻ ആദ്യം ഓടിപ്പോയിട്ട് നമ്മുടെ ഒരു മങ്കി തീം മാക്രോൺസ് ഇല്ലേ, അതായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. ഇത് ആക്ച്വലി ചെയ്തെടുക്കാൻ കുറച്ച് ഡിലേ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അതിൻ്റെ ഷെല്ലും കാര്യമൊക്കെ റെഡിയാക്കിയിട്ട് ഇത് ബേക്ക് ചെയ്യാനുള്ള പുറപ്പാട്ടിലായിരുന്നു. ഹലോ. സോ നമ്മളിപ്പോൾ നമ്മുടെ ക്യാരക്ടർ മാക്രോൺസ് പൈപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ, അത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോൺ റെസ്റ്റിംഗ് മെത്തേഡാണ്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ എന്തായാലും ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്, ഇത് കറക്റ്റായിട്ട് വരുമോ ഇല്ലയോ എന്നാണ് എൻ്റെ ഡൗട്ട്. വന്നില്ലെങ്കിൽ വരുന്നത് വരെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ്. ഫീറ്റ് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ഐ വിൽ ഷോ യു. വേണമെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ ഗ്ലിംസ് കാണിച്ചാൽ. നമ്മുടെ മങ്കി ഷേപ്പ്, ഇത് മങ്കി ഷേപ്പായിട്ട് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായിരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ചെയ്തിട്ടേ ഉള്ളൂ. സോ ഇത് പ്രോപ്പറായിട്ട് ഇനി ബേക്കായിട്ട് വന്നിട്ട് വേണം നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സോ ഞാൻ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം. ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ട്രൈ ചെയ്യുന്നത് ഈ ഒരു ക്യാരക്ടർ തീമിൽ മാക്രോൺസ് ചെയ്യാൻ വേണ്ടി. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ലൈക്ക് വേറെ എന്തെങ്കിലും ഡിഫറെൻറ്റ് ഷേപ്സ് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ബട്ട് ദെൻ ഒരിക്കൽ ട്രൈ ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി പോയി. ബട്ട് ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ആൻഡ് കറക്റ്റായിട്ട് വന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ എടുത്തിട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇനി നമുക്ക് ആക്ച്വലി പല ഷേപ്സിലും പല എന്താ പറയുക കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. എന്തായാലും ഒരെണ്ണം കറക്റ്റായിട്ട് വന്നത് നന്നായി. നമുക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ ഷേപ്സ് നോക്കിയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എന്തായാലും ഇത് പുറത്തെടുത്തിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. നമ്മളങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ പാക്കിംഗ്
സീൻസിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാ ഓർഡേഴ്സും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ മങ്കി മാക്രോൺസിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ ആ മാർക്കിങ്സ് ഒക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് എഡിബിൾ മാർക്കർ വെച്ചിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ബേക്കിംഗ് സപ്ലൈ സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. ഇതൊരു 100% പെർഫെക്റ്റ് എന്നൊന്നും പറയുന്നില്ല, എന്നാലും ഒരു സെക്കൻഡ് ട്രൈക്ക് ഐ തിങ്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ ആസ് യു ഗൈസ് സോ, നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ മാക്രോൺസ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇനിയും ക്യൂട്ടായിട്ടുള്ള, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലൈക്ക് ഒരു 100% പെർഫെക്ഷൻ ഒന്നും അതിലോട്ട് എത്തിയിട്ടില്ല. സോ ഇനി ചെയ്യുന്ന കുറേ ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടർ മാക്രോൺസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും എൻ്റെ പുതിയ മെനു ലോഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും പറയാം, കമൻറ്റ് ചെയ്ത് പറയാം നിങ്ങൾക്ക് വീഡിയോയിൽ എന്താ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. ആൻഡ് മാക്രോൺസിൽ നമ്മളൊരു മങ്കി തീമാണ് ചെയ്തത്. നിങ്ങൾക്കത് കണ്ടിട്ട് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമുക്കിപ്പോൾ കൊറിയേഴ്സൊക്കെ പാഴ്സൽ ചെയ്യാനുള്ള ടൈമാണ്. നമ്മുടെ സ്റ്റാഫ് ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. സോ ഇറ്റ്സ് ഓൾറെഡി ലൈക്ക് ഒരു 4 മണിയാവാൻ പോകുന്നുണ്ട്. സോ നമുക്കിനി എൻ്റെ ഉള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പുള്ളിക്കാരി കുറേ പാക്കറ്റ്സൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പലയിടത്ത് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറേ സംഭവമൊക്കെ നമുക്കിതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൗ ഇപ്പോൾ എന്താ പറയുക, ഓരോരുത്തരുടെ ഓർഡർ നോക്കിയിട്ട് എനിക്ക് അഡ്രസ്സൊക്കെ പ്ലേസ് ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറച്ച് നേരത്തെ ഒരു പണിയുണ്ട്. എന്തായാലും ഒരു 6 മണി വരെ ഞാൻ എന്തായാലും ഫ്രീ ആയിരിക്കില്ല. സോ യാ ദാറ്റ്സ് ഇറ്റ്. ഇന്ന് എൻ്റെ ഡേ ഇങ്ങനെയായിരുന്നു. അതായത് കറണ്ട് പോയതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ആഫ്റ്റർനൂൺ പോലെ വൈൻഡപ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഒരു ഇൻവെർട്ടർ വാങ്ങേണ്ടിയിരിക്കുന്നു. കുറേ പേര് ഇതിൽ യൂട്യൂബ് ഷോർട്സ് ഇട്ട ടൈമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇൻവെർട്ടറിൽ നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ അല്ലേന്ന് ചോദിച്ചിട്ട്. സത്യം തന്നെ ആണ്. ഇവിടെ അങ്ങനെ ആക്ച്വലി വെരി റെയർലി ആണ് കറണ്ട് പോകുന്നത്. ഇവിടെ എന്തോ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇന്ന് പോയത്. ബട്ട് ദെൻ ഇൻവെർട്ടർ ഇസ് എ റിയലി ഗുഡ് ഓപ്ഷൻ എന്തോ. ഓക്കെ, അപ്പോൾ ഞാൻ സംസാരിച്ച് നിങ്ങളുടെ ടൈം കളയുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും പുതിയ വിശേഷമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും എൻ്റെ കുറച്ച് ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാനായിട്ട് ഞാൻ വരാം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.